ഇന്നത്തെ ഹർത്താൽ പൊളിക്കണം. ഒറ്റ വണ്ടി ഓടരുത്. അപ്പൊ നമ്മ എങ്ങനെ പോവും? കാർ എടുക്കട്ടെ. അത് ശരിയാണല്ലോ. കേരളത്തില് മാത്രം ആത്മാർത്ഥതേ ഉള്ളൂ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല. അതെന്താടാ? എല്ലാവരും വണ്ടിയായിട്ട് ഇറങ്ങുമല്ല. കേരളത്തിൽ ഇറങ്ങും. അത് സമരക്കാരാണ്. അതെന്താ? അവർക്ക് എല്ലായിടത്തും എത്തണ്ടേ? ഒരു ദിവസത്തെ ജോലി പോയ പട്ടിണിയാണവരുണ്ട്. പട്ടിണി ഇടന്നിട്ടേ സമരങ്ങൾ ജയിച്ചിട്ടുള്ളൂ. എന്തിനാടാ സമരം? അത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അത് ഞങ്ങൾ നടത്തി തന്നില്ലേ? ശരിയാണല്ല, പിന്നെന്തിനാ അതെന്നോടാ ചോദിക്കണത്? അധികം ചോദ്യങ്ങൾ വേണ്ട. ഹർത്താൽ ഇവിടെ നടത്തും. ആര് പറഞ്ഞിട്ട്? പാർട്ടി തീരുമാനിക്കും, ഞങ്ങൾ ചെയ്യും. ബസ്സിന് നിന്നാലും ട്രെയിനിന് വട്ടം നിക്കല്ലേട്ടാ. ഞങ്ങളുടെ കൊടി കണ്ട ട്രെയിൻ വരെ നിൽക്കും. പിന്നെ തള്ളുമ്പോ നോക്കി തള്ളടാ. ചുമന്നുകൂടിയാണ് ഏത് ട്രെയിനാണ് നിൽക്കാത്തത്? നിർത്തിയിട്ട് നമ്മൾ ഓടിക്കളയണം. അതെന്താ? എന്തിനാണ് ഈ ഗാർഡുമാരുടെ തല്ലുള്ളത്? എന്തായാലും ഇറങ്ങിയാണ്. അതെ, കുളിച്ച് പല്ലും തേച്ച് വല്ലതും കഴിച്ചിട്ട് പോയാ പോരെ. അത് ശരിയാവൂല. അതെന്താ? ഇന്നത്തെ ഞങ്ങളുടെ ബാത്റൂം ഏതെങ്കിലും ഒരു ഓഫീസിന് മുമ്പിലായിരിക്കും. അതാണല്ലേ നിങ്ങൾ ഇന്നലെ രണ്ടുപേരുടെ തീറ്റ് തിന്നത്. അല്ല, കുറച്ച് മണ്ണെണ്ണ കേട്ടോ. വെള്ളക്കാടിന് മണ്ണെണ്ണ ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ മണ്ണ് വരാറ്ററിയാ. എവടാ? മീൻ കടക്കാർ തുറന്നു വെച്ചിട്ടുണ്ടാവൂലേ. മീനും ഫ്രൂട്ട്സും ഒക്കെ ചീഞ്ഞോവില്ലേ? അവര് വിറ്റോട്ടറാ. സമരം വിജയിക്കണ്ടേ? നീയൊക്കെ ഇതുപോലത്തെ കടിയിടുമ്പോ അറിയാ എന്റെ എണ്ണം. എവിടെന്ന് ഞങ്ങ പണിക്കോയാലല്ലേ? അപ്പ എങ്ങനെ ജീവിക്കും? ബക്കറ്റ് ഉള്ളോടത്തോളം കാലം ഞങ്ങൾ ജീവിക്കും. എന്തിനു വേണ്ടിയാണെന്നോ ആർക്ക് വേണ്ടിയാണെന്നോ അറിയില്ല, പക്ഷെ ഹർത്താൽ നടത്തണം. അത് നടത്തണം.